പൂട്ടാനല്ല, തുറക്കാനാ പറഞ്ഞു. ഇത് കണ്ടോ? അയ്യോ, ഇതെന്തോ മേത്തൊക്കെ. പൗഡർ ആരാ മേത്ത് കുടഞ്ഞിട്ടെ? ഇങ്ങനെ ആരാ കുടഞ്ഞിട്ടെ? കൈ ഏതാണ്ടൊക്കെ അഴുകിയിരിക്കുന്നല്ലോ. എന്തോ ഇത്? കാര്യം പറ. മൂളാനല്ലേ പറഞ്ഞത്. കയ്യേലെന്തു അടി ഊക്കൂ? നീ മോൻ എന്റെ കുഞ്ഞു അടുക്കള ജോലിയായിരുന്നോ? ഇവിടെ പണിയായിരുന്നു. പച്ചക്കറി കടയിലെ അച്ഛനോ മാസോ അല്ലേ? ഞാൻ ഇന്നറിഞ്ഞു. ഇത് കണ്ടോടി? ഇത് കണ്ടോ നിന്റെ മോൻ കാണിക്കുന്നേ? കണ്ടോ? എടുക്കുന്നുണ്ടേ. കുക്കുമ്മയുടെ വീഡിയോയാണ്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശക്കുന്നു. ഉച്ചയ്ക്ക് 2 ചപ്പാത്തിയാണ് കഴിച്ചതുകൊണ്ട് എനിക്ക് വിശക്കുവാ കേട്ടോ, ഭയങ്കര വിശക്കും. ചോറുണ്ടാലേ ആശ്വാസം ആവത്തുള്ളൂ. എന്നാലും താൽക്കാലിക ആശ്വാസത്തിന് ഇങ്ങനെ അച്ചപ്പം കഴിച്ചതാ. ഫ്രൂട്ട്സ് മേടിച്ചതാ കേട്ടോ. നമ്മുടെ പേരയ്ക്ക, ആപ്പിള്, ഇത് ഗ്രീൻ ആപ്പിള്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രമേ മേടിച്ചുള്ളൂ, വേറൊന്നും ആവശ്യമില്ല. ഇത് കുഞ്ഞോനുള്ള പാമ്പേഴ്സ് ആട്ടോ, കൊടുക്കാൻ മറന്നു. ഇനി കൊണ്ടുപോരുന്നു അവിടെ കയറിയിട്ട്. പിന്നെ അമ്മയോട് ഇറങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞാലും അമ്മ, ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി ഒരു ആശ്വാസം കിട്ടുമ്പോൾ അമ്മ ഇറങ്ങി അതും ഇതെല്ലാം ചെയ്യും. ചീമപ്പുളി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മയ്ക്കത് അച്ചാറിടണം, കീറി ഉണക്കി വെക്കണം. അതെന്തൊക്കെ, അത് ചക്ക ഉണ്ടായാലും അങ്ങനെ കേട്ടോ, അതിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പം അത് മാവ് വന്ന് കുറച്ച് പറിച്ചുകൊണ്ട് പോയി, പിന്നെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ അങ്ങ് ഉണ്ടാവുമല്ലോ ഇനി. അപ്പം അത് ഇന്ന് രാവിലെ അത് അടത്തി പെറുക്കിയായിരുന്നു. പിന്നെ മുത്തും ശിവ വന്നായിരുന്നു, രണ്ടുപേരുടെ കുറച്ചൊക്കെ അടത്തി കൊടുത്തു. അത് അച്ചാറിട്ടത് ഇന്നത്തെ പണിയായിരുന്നു. അത് അച്ചാറിട്ടത് എനിക്ക് ഇച്ചിരി തന്നതാണ് കേട്ടോ. പിന്നെ എണ്ണ കാച്ചുന്നു, തലയിൽ തേക്കുന്ന എണ്ണ കാച്ചുന്നു. അതിന് കുപ്പ എന്നോട് പറയുമായിരുന്നു ഇന്ന് മുഴുവൻ ജോലിയായിരുന്നു. ഞാൻ പറഞ്ഞു മുഴുവൻ ജോലി ചെയ്തിട്ട് ഒരു വയ്യാരിയും പറയരുത്, മിണ്ടാതിരുന്നോളാൻ പറഞ്ഞു. അയ്യോ, അപ്പം എന്നോട് പറഞ്ഞു ഒന്നും ചെയ്തില്ല. ഞാൻ മനസ്സിലായെന്ന് പറഞ്ഞു, ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യം. ഇത് കേക്കാട്ടോ, നമുക്ക് കോംപ്ലിമെന്റ് കിട്ടുന്നതാണ് മെഡിക്കൽ ഷോപ്പിൽ. 2 എണ്ണം ഉണ്ട് അല്ലേ. ഇത് മാർബിൾ കേക്ക് ആണെന്ന് തോന്നുന്നു, നോക്കിയില്ല. ഇതല്ലാത്തതുമാണെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താണ്, ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കു തോരൻ വെച്ചു, ചോറും അവിടെ വെച്ചു. ഇവിടെ മോരുകറിയും മെഴുക്കുവരട്ടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ പണികളില്ല. വേറെ ഒരു ജോലിയുണ്ട്, ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ കോൾ ചെയ്യണം. ഞാൻ കുറേ ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ട്, സമയം കിട്ടുമ്പോൾ വിളിക്കുമ്പോൾ അവിടെ ബിസി ആയിരിക്കും. പിന്നെ ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ, എന്നിട്ട് പോയി കുളിച്ച് ജപിച്ച് നമ്മുടെ പണികളിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. മോനുകുട്ടൻ ട്യൂഷന് പോയേക്കും, ചിലപ്പോൾ ഇന്നൂടെയൊക്കെ ട്യൂഷൻ കാണത്തുള്ളായിരിക്കും. ഇന്ന് പരീക്ഷ കഴിഞ്ഞു. നാളെ മോനുകുട്ടൻ്റെ സ്കൂളിൽ
ഇതാണ് ക്രിസ്മസ് പ്രോഗ്രാമാണ്. ഞാൻ ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് മുത്ത് വന്ന കാര്യം പറയാൻ മറന്നുപോയി. മുത്ത് വന്നു രാവിലെ 6 മണിയായപ്പോഴത്തേക്ക് ഇനി വന്നു കേട്ടോ. മാമൻ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ചെങ്ങന്നൂന്ന്. 6 മണിയായപ്പോഴത്തേക്ക് ഇനി വന്നു. രാവിലെ കഴിക്കാൻ ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി രാവിലെ ഞങ്ങൾ 3 പേരിരുന്ന് കഴിച്ചു. വിളിക്കുന്നു. ഹലോ. ആ മുടി പിന്നെ സൈഡിലത്തെ ഞാൻ വെട്ടി കുറച്ചു. സൈഡ് മീൻസ് എനിക്ക് മുടി വളർത്തുമല്ലേ, വെട്ടി കുറച്ചു. പുള്ളി എന്നിട്ട് പറഞ്ഞു മുടി വളർത്തുമല്ലേ, ഒടിയാതിരിക്കാൻ വേണ്ടി മറ്റേ വളഞ്ഞ ഒരു ഇതില്ലായിരുന്നു, ആമ്പിളായിരുന്നു സാധനം, അത് മേടിച്ച് വെക്കണം, അതിലെ മുടി ഒടിയുന്നു. ഇനി അത് മേടിക്കാൻ ഞാൻ മോനെ കൊണ്ട് മുടി വെട്ടിച്ചിട്ട് ഇവിടെ നിർത്തിയിട്ടേ. നീ എങ്ങനെ പോരും? ഞാൻ നടന്നാണോ വന്നേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്ന വണ്ടി കൊണ്ട് മോനെ കൊണ്ടുപോകും. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം മേലോട്ട്. പൈസ ഇട്ടേക്കെ. രാവിലെ നേരത്തെ ട്രെയിനിന് ടിക്കറ്റ് എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, എക്സാം ഡേറ്റ് അറിയാത്തതുകൊണ്ട് അതിങ്ങനെ വെച്ച് അവസാനം ക്രിസ്മസ് സീസൺ ആയപ്പോൾ ടിക്കറ്റ് ഇല്ല. ബസ്സിനാണേലും അതുപോലെ റേറ്റ്. അതിനോട് പറഞ്ഞു ഞാൻ ട്രെയിനിന് വന്നോളാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ വന്നോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു. 19-ാം തീയതി കയറുമെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് 18-ാം തീയതി ലോക്കൽ ട്രെയിനിൽ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹരി ഉണ്ടായിരുന്നു, ഹരിയും വേറെ ആരെങ്കിലും കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേരുടെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പിടിയെന്ന് ഓടിപ്പടച്ചിങ്ങ് വന്നു. ആദ്യം 12:30 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, അത് ലോക്കലില്ലായിരുന്നു. പിന്നെ 2:30 ട്രെയിനിൽ കയറി ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ് വന്നത്. അയ്യപ്പന്മാരുടെ ബഹളമായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു വന്നപ്പോഴത്തേക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോഴേ കുളിച്ചു, ഒരു ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കാര്യം പറഞ്ഞിരുന്നു. എനിക്കും രാത്രിയിൽ ഒന്നും ഉറങ്ങാതിരുന്നിട്ട് ഞാൻ മുത്ത് അവിടുന്ന് കയറിയെങ്കിലും ഇവിടെ വരുന്ന സമയം ഓർത്തോർത്തിരുന്ന് മാമനെ വിളിക്കണം പോകാനായിട്ട്. മാമനെങ്ങാനും ഇനി ഉറങ്ങിപ്പോവോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവനെയും വിളിച്ചു, മാമനെയും വിളിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി കൊണ്ട് എൻ്റെ ഉറക്കം ശരിയായില്ല രാത്രിയിൽ. അപ്പം എനിക്കും അങ്ങ് ഉറക്കം വരുമായിരുന്നു. പിന്നെ അവന് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടും കുടിച്ചിരുന്നാലും ചായ കുടിച്ചുകൊണ്ടിരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ അവിടെ പോയി കിടന്നുറങ്ങി. പിന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ 7:30 പിന്നെ വന്ന് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ 3 പേരുടെ കഴിച്ചു. മോനിക്കുട്ടൻ ഇത് പരീക്ഷയുള്ളൂ. മോനിക്കുട്ടൻ സ്കൂളിൽ പോയി. എഴുന്നേറ്റ് വന്നപ്പോൾ അച്ചാച്ചനെ കണ്ടപ്പോൾ ഭയങ്കര നാണമായിരുന്നു. പിന്നെ മോനിക്കുട്ടൻ സ്കൂളിൽ പോയി, ഞാൻ ജോലിക്ക് പോയി. മുത്തൂടെ കിടന്ന് പൂരം ഉറക്കമായിരുന്നു. മുടി വെട്ടിക്കാനായിട്ട് മുടിയെല്ലാം കൂടെ വളർന്ന് താടിയും വളർന്ന് കാടൻ്റെ കൂട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി എല്ലാം വൃത്തിയാക്കി ഒന്ന് വരാൻ പറഞ്ഞു, കാടെല്ലാം വെട്ടിത്തെളിക്കാൻ പറഞ്ഞു. അതിന് പോയേക്കും കേട്ടോ. അപ്പോൾ ഇനി വന്നിട്ട് മോനിക്കുട്ടൻ്റെ മുടിയും കൂടെ ഒന്ന് വെട്ടിക്കണം, കുറച്ച് വളർന്നിരിക്കുവാണേ. പൈസ ഇടാൻ പറഞ്ഞ് മറന്നുപോയി മുടി വെട്ടിക്കുന്നിടത്തെ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാനത് ആ കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. മുത്തിവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇതിലായിരുന്നു. എൻ്റെ പ്രിയങ്ങളെ, എൻ്റെ ഒരു കാര്യം കൊണ്ട് ഞാൻ തന്നെ തോറ്റു. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ജാട എടുത്തങ്ങ് പറയോ, ഒന്നും ഓർമ്മയില്ലെന്നൊക്കെ, ചുമ്മാ പറയുമെന്നൊക്കെ. ഇങ്ങോട്ട് വന്ന വഴിക്കുണ്ടല്ലോ ഞാൻ ഓർത്തു ഇന്ന് നമ്മൾ വരുന്ന ഉടനെ മുത്ത് വന്ന കാര്യമൊക്കെ പറയണം, മറന്നുപോയി. പിന്നെ ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെ, ഒന്ന് കോൾ ചെയ്ത് നോക്കട്ടെ. അവർ എടുക്കുകയാണെന്നുണ്ട് ഒരു ചെറിയ ഓർഡർ കൊടുക്കണം, ടോപ്പ് കളക്ഷൻ്റെ. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക. പറയാം. മുത്ത് മുടി വെട്ടാൻ നടന്നാ പോയത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോയി മോനിക്കുട്ടൻ്റെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയി കേട്ടോ. വന്നതിന് മാത്രം മേശ മൊത്തം നിരന്ന്, കസേരയിലെ തുണി, കട്ടിൽ നിറയെ തുണി. ഇനി ഈ മുറിക്കകത്ത് എനിക്ക് കയറാൻ വയ്യ. ഈ മുറി നിറച്ച് ഇനി കാട് പിടിച്ച പോലെ കിടക്കും. എത്ര ഒതുക്കിയാലും ഇരിക്കത്തില്ല. ഞാൻ തുടങ്ങിയ ഒരൊറ്റത്തൂന്ന് അങ്ങേറ്റം വരെ പിന്നെ അവരുടെ സാധനങ്ങളൊന്നും കണ്ടില്ല എന്ന് പറയാം. അവിടെ കിടക്കട്ടെ. ഞാൻ ചോറും മീൻതോരനും എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് വിശക്കൊന്നു, പോയി എടുത്തുകൊണ്ട് വരട്ടെ. കൂപ്പിൻ്റെ അടുക്ക പോയി എടുത്തുകൊണ്ട് വരാം. മുമ്പ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വണ്ടി വെച്ചുകൊണ്ട് വരാൻ ഒക്കാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് വരാൻ ഞാൻ അന്നേരം ഇങ്ങ് കൊണ്ടുപോകുന്നേനെ. ഇന്നലെ ഞാൻ തുടങ്ങിയ ശ്വാസം മുട്ടിൽ ഇപ്പോഴും ഉണ്ട്. അതിനൊരു പേരക്കയൊക്കെ തിന്നുക. പേരക്ക, ഈന്തപ്പഴവും HP കുറയുന്നതിൻ്റെ അതൊക്കെ ഓരോരുത്തർ പറയുന്നു. അതുകൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് കഴിക്കട്ടെ. ഞാൻ ഇച്ചിരി അനാറ് മേടിക്കണമെന്നൊക്കെ ഓർത്തു, പക്ഷേ ഇന്ന് അവിടെ കണ്ടില്ല കേട്ടോ. മാർക്കറ്റിലൊക്കെ പോയാൽ കിട്ടിയേക്കും, പക്ഷെ അവിടെ ഒട്ടൊന്നും തിരക്കിൽ വണ്ടി ഓടിച്ച് വാങ്ങിക്കുക വയ്യാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ഉള്ളത് കൊണ്ടുപോകണം പോലെ.
ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് നോക്കാം. മേശപ്പുറം കിടക്കുന്നുണ്ടോ, കസേരയിൽ ഒരു ലോഡ് തുണിയുണ്ട്. അത് ഇന്ന് കൊണ്ടുവന്ന തുണികളാണ്. പിന്നെ കട്ടിൽ മൊത്തം വലിച്ചു വാരിയിട്ടേക്കോ, കണ്ടോ, ഉറക്കമായിരുന്നു ഇന്നും. ഞാൻ പോയി ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നു. ദേ രണ്ടുപേരുടെ മുടിയൊക്കെ വെട്ടി വരുന്നുണ്ടേ. എന്തോ പോയി കുളിക്ക്. കുളിച്ചിട്ട് കിടക്കാൻ പോകും. ഓ ഇവിടെ കിടന്നാ മതി. ഞാൻ പൊയ്ക്കോട്ടെ. പോയി കുളിക്ക് രണ്ടുപേരും. അതിനെല്ലാം ഓഫ് ചെയ്ത് അതിലൊക്കെ പോയി കുളി. അച്ചാച്ചന് താമസം, മോൻ പോയി കുളിക്കക്കളി. ഒരാൾ കുളിക്കുന്നതിന്റെ ബഹളമാകുന്നു കേട്ടോ. ഗായകൻ ഏത്തക്കാ മെഴുക്കുവരട്ടി ചൂടാ. എന്തോ ബഹളം നോക്കിയേ. നോക്കിയോ എന്താ വണ്ടിയാണ്? ബാക്കിലോട്ട് വെച്ചോ. മുത്തുമണി വന്നു. എന്നെ ഞാൻ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ അത് പറയും, വലിയ വിശേഷം പറയണമെന്ന് ഓർത്തോണ്ട് വന്ന എന്തൊക്കെയോ പറഞ്ഞ് അവസാനം ഓർത്തത് മുത്തുമണി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്തേലും മാറ്റമുണ്ട്, ജിമ്മിനൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ കോനിക്കുട്ടനാണെങ്കിൽ വിളിച്ചിരുന്നിട്ട് കോനിക്കുട്ടൻ അറ്റാച്ചിനെ കണ്ടപ്പോ അങ്ങ് നാണം കൊടുങ്ങുക. എന്തുവായിരുന്നടാ പോലും അതെ. മുടിയൊക്കെ വളർത്തുവാന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര നീളത്തിലൊക്കെ വളർന്നിട്ടുണ്ട്. ഇന്ന് പിന്നെ പോയി സൈഡൊക്കെ എടുത്തു, താടിയൊക്കെ ഷേവ് ചെയ്തു. എല്ലാരും കാണുന്ന എന്നും വിളിച്ചിട്ട് അവിടെ വന്നിരിക്കുക. വേണോ അത്? എന്നാ ഞാൻ ആശുപത്രിയോട് വിളിച്ച് പറയണോ? നമുക്ക് ഇവിടുന്ന് മേടിക്കാം. അമ്മ അവിടുന്ന് മേടിച്ചാൽ ലാഭം. ഒരു വലുതെടുത്ത ഒരു വലുത് ഫ്രീ കിട്ടും. പിന്നെ ഭ്രാന്താണോ? എടാ എനിക്കിപ്പോ വേണമെന്ന്, നീ ഒന്ന് മേടിക്കുക. ഞാൻ പൈസ ഇട്ട് തരാന്ന്. ഹലോ എടാ മേടിക്കടാ. എടാ ദോഷമുണ്ട്. എടാ എടാ അച്ചാച്ചന്റെ പെണ്ണിന് അവിടെ ഭയങ്കര തൂക്കിയിട്ട് എല്ലായിടത്തും കഴുകി. ഹലോ എടാ ഒന്ന് മേടിക്കടാ. എടാ നീ ആ ചേട്ടന്റെ വണ്ടിയും കൊണ്ടൊന്ന് പോയി മേടിച്ചാ മതി. മേടിച്ചു കൊടുക്കാം. പോട്ടെ. ബർഗറോ ചിക്കൻ ഒന്നും ഇല്ലാതെ ഞങ്ങളുടെ സ്കൂളിന്റെ അവിടെ ഒരു വലിയൊരു വീടുണ്ട്. അതിന്റെ മുമ്പിൽ ക്രിസ്മസ് അപ്പൂപ്പനും സോമാനും വിളിക്കുന്നു. എന്തോടാ ഞാൻ പറഞ്ഞു ഇവിടെ വണ്ടി ഇടിച്ചു. ഞാൻ പറഞ്ഞു എവിടെ ഉറക്കത്തെ എന്താ പറഞ്ഞ പോലെ അന്ന് രാത്രി പൊടി വേണോ? അല്ല ഇന്ന് അമ്മമ്മ ഇട്ട അമ്മമ്മേ ഇന്നിട്ട അച്ചാറാത് ചീമപ്പുളി. എനിക്കറിയാം എന്നെ കൊണ്ടാണ് ചേച്ചി പറഞ്ഞു നീ എവിടെ എന്ന് വന്നാ അവന് പണിയേ ഉള്ളു ഇവിടെ വന്ന്. വീഡിയോ
കഴിക്കാൻ എനിക്ക് കൂടി എടുക്കാം. അല്ല അമ്മയുടെ പാത്രത്തിൽ എനിക്ക് കൂടി എടുക്കാം. അമ്മയുടെ പാത്രത്തിൽ എനിക്ക് വിശക്കുന്നു. നീ നിനക്ക് വേറെ വിളമ്പി തരാം. അപ്പോൾ നമ്മുടെ അത്താഴത്തിന് ഇന്ന് ചോറും മത്തിത്തോരനും മെഴുക്ക് വരട്ടിയും മോരുകറിയും പിന്നെ അമ്മ ഇന്ന് ചീമപ്പുളി അച്ചാറിട്ടുണ്ടായിരുന്നല്ലോ അതാട്ടോ. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ 3 പേരോട് ഇരുന്ന് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ പ്രിയങ്ങളോടെല്ലാം പ്രാർത്ഥനയും സന്തോഷം അറിയിക്കുന്നു. നമുക്ക് നാളെ കാണാം. ചോറ് കളയരുത്. ഇപ്പോഴാ ഇനി ഓരോ സത്യങ്ങൾ വെളിച്ചത്ത് വരുന്നത്. എന്തോ സംഭവിച്ചു. ആ അമ്മയോട് പറയണ്ടല്ലോ ഇല്ലേ? ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു എന്നോട് എന്തോ സംഭവിച്ചെന്ന്. എന്തോ എടുത്തേന്ന് പറയണേടാ. അത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതാ വാങ്ങിക്കാൻ കിട്ടുമോ? പോർട്ട് മറ്റേ കുത്തുന്ന സാധനം പോയായിരുന്നു. ചാർജിങ് പോർട്ട് പോലെ കുത്തുന്ന സാധനം പോയി. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.